നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് കടക്കുന്നതോടെ നേതാക്കൾ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 18-ാം തീയതി ചേരുന്ന പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതികൾ പരിഗണനയ്ക്ക് വരും. എന്നാൽ പ്രഖ്യാപിച്ച എല്ലാ ഗ്യാരണ്ടികളും പൂർണ്ണമായ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഏറെ ആകർഷിച്ച പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ആദ്യ നാളുകളിൽ തന്നെ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുത്താൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് മറ്റ് വലിയ പ്രഖ്യാപനങ്ങളായ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ളവ ഉടനടി നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചും ആവശ്യമായി വരുന്ന ഭീമമായ തുകയെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇതിനായി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ പ്രത്യേകമായി ചുമതലപ്പെടുത്താനാണ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയും ഫണ്ട് കണ്ടെത്താനുള്ള വഴികളും കൃത്യമായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിശദമായ പഠനത്തിന് ശേഷം 3 മാസത്തിനകം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുമെന്ന പ്രഖ്യാപനത്തിൽ ധനവകുപ്പും KSRTCയും സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTCക്കുണ്ടാകാൻ സാധ്യതയുള്ള അധിക ബാധ്യതയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൂർണ്ണ സൗജന്യം നൽകുമ്പോൾ സംസ്ഥാന ഖജനാവിന് പ്രതിമാസം എത്ര കോടി രൂപയുടെ അധിക നഷ്ടമുണ്ടാകുമെന്നാണ് പ്രധാനമായും കണക്കാക്കുന്നത്. അതേസമയം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസമാകുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാപ്രവർത്തകരുടെ പ്രതിദിന വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. തങ്ങൾക്ക് അർഹമായ വേതന വർധനവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വരുന്ന ആശാപ്രവർത്തകർ. ആശാപ്രവർത്തകരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കി ഉയർത്തിയാൽ സർക്കാർ ഉണ്ടാകുന്ന അധിക ബാധ്യത എത്രയെന്ന് കണക്കാക്കാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വേതനം 500 രൂപയാക്കി നിശ്ചയിച്ചാലുള്ള അധിക ബാധ്യതയുടെ റിപ്പോർട്ടും ധനവകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഈ 2 നിർദ്ദേശങ്ങളും പരിശോധിച്ച് 18-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്കായി പ്രഖ്യാപിച്ച ധനസഹായ പദ്ധതിയുടെ കാര്യത്തിലും പ്രാഥമിക നടപടികൾ ആരംഭിക്കും. പഠന ചെലവുകൾക്കായി വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്നതാണ് പദ്ധതി. ഇത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ തുകയെക്കുറിച്ചും ഗുണഭോക്താക്കളുടെ എണ്ണത്തെക്കുറിച്ചും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉടൻ റിപ്പോർട്ട് തേടും. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മറ്റൊരു വലിയ വാഗ്ദാനവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. സ്വന്തമായി ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത വായ്പ നൽകാനാണ് തീരുമാനം. ഈ വായ്പാ പദ്ധതിയുടെ ഘടനയും ബാങ്കുകളുമായുള്ള സഹകരണവും സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ വ്യക്തത വരും.